അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ല, ഇത് ഫിസ്മോളുടെ ചാനലല്ലേ? എന്നിട്ട് ഫിസ്മോള് സലാം പറഞ്ഞില്ലല്ലോ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ഫിസ്മോളെ നമ്മൾ ചെറുപ്പം മുതലേ കാണുകയാണ് എല്ലാവരും, അല്ലേ? അല്ലേടാ, ഇപ്പം ആള് വലിയ കുട്ടിയായോ? വലിയ കുട്ടിയായ? മാഷാ അല്ലാഹ്. അപ്പോൾ ഫിസ്മോള് അത്ര വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല, UKG പഠിക്കുന്നത് അല്ലേ? ഏതായാലും മാഷാ അല്ലാഹ് നല്ല സ്വാലിഹത്തായ മോളാക്കി തീർക്കുമാറാകട്ടെ. ആമീനൊന്നുമില്ലേ? അപ്പോൾ ഏതായാലും ഫിസ്മോക്കടെ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന സൈക്കോളജിക്കലും ഇസ്ലാമിക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരിക എന്നുള്ളതാണ്. അല്ലേ ഫിസ്മോളെ? അല്ലേ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളാണോന്ന് പറഞ്ഞേ? എല്ലാവരും നല്ല കുട്ടികളാണ്. മാഷാ അല്ലാഹ്. കൊച്ചിന് ചെറിയ നാണമൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് സെറ്റാവും. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇല്ലേ ഫിസു? ഫിസുമോളെല്ലാവർക്കും ഓർമ്മയില്ലേ? ആഹാ, നിനക്ക് ഓർമ്മയുണ്ടോ? മാഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പല മാതാപിതാക്കളുടെയും സങ്കടമാണ് മക്കൾ പറഞ്ഞാൽ അനുസരിക്കണില്ല. ഫിസുമോൾ അനുസരിക്കോ? എവിടെ അനുസരിക്കാറുണ്ടോ? മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കളെയൊക്കെ എല്ലാവിധ കണ്ണേറുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളൊരു വിലയില്ല. അത് പല മാതാപിതാക്കളുടെ സങ്കടം കേട്ടോ. എന്തൊക്കെ ചെയ്തു കൊടുത്താലും മക്കളൊരു നന്ദിയില്ല ഉസ്താദെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പണ്ട് നമ്മുടെയൊക്കെ വാപ്പായും ഉമ്മായും കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്, ഇല്ലേ? കണ്ടു വളർന്നിട്ടില്ലേ? കഷ്ടപ്പാടുകൾ നമ്മുടെ വാപ്പായും ഉമ്മായും കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു വളരുകയാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് മക്കൾക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയാൻ പാടില്ല. അവർക്ക് ഇന്ന് എല്ലാ സുഖലോലുപതയും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഫിസ്മോക്ക് വേണ്ടതൊക്കെ അബ്ബായും ഉമ്മയും ചെയ്തു തരുന്നില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വില മനസ്സിലാകുന്നില്ല. അതൊക്കെ കൊണ്ടാണ് മക്കൾ പറഞ്ഞനുസരിക്കാതെയാകുന്നത്, നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വരുന്നത്, പോസിറ്റീവ് മനസ്സില്ലാതെ പോകുന്നത്, മടിയന്മാരും മടിച്ച് കുട്ടികളാകണത്. ഇസ്മോൾ മടിച്ച് കുട്ടിയാണോ? അല്ല, മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണ്, നല്ല ആക്റ്റീവായ മോളാണ്. അല്ലാഹു നല്ല സ്വാലിഹത്തായ മക്കളാക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണതേ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ലൊരു പോസിറ്റീവ് മൈൻഡുള്ള കുട്ടിയാക്കി മാറ്റാം, എങ്ങനെ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിപ്പിക്കാം, എങ്ങനെ അനുസരണയുള്ള കുഞ്ഞാക്കി മാറ്റാം. നമുക്ക് പറഞ്ഞു കൊടുക്കല്ലേ വിസ്മോളെ? പറഞ്ഞു കൊടുക്കല്ലേ? അതിന് 5 കാര്യങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിക്കണം. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ലൈഫിൽ ഇന്നുണ്ടായിട്ടുള്ള 5 ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ്, 5 സന്തോഷങ്ങൾ, 5 പോസിറ്റീവായ കാര്യം, കുഞ്ഞിന് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ കുട്ടി പറയട്ടെ. അങ്ങനെ പറയുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വരും. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ട്, ഓ അവന് കാറുണ്ട്, അവൻ്റെ വീട്ടിൽ അതുണ്ട്, അവൻ്റെ വാപ്പി ഇത് മേടിച്ചു കൊടുക്കും, അത് മേടിച്ചു കൊടുക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. നമ്മൾ വാങ്ങുന്നതൊന്നും കണക്കിലുണ്ടാവില്ല, പുള്ള മറന്നു പോയിട്ടുണ്ടാവും, ഇല്ല വിസു? അങ്ങനെയല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഡെയിലി എന്ത് ചെയ്യണം? സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഉടനെ ഒന്നും ചോദിച്ചു കളയരുത്. കുഞ്ഞ് ഒന്ന് കാമൊക്കെ ആയിട്ട് കുഞ്ഞിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഡെയിലി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഉണ്ടായ 5 പോസിറ്റീവായ കാര്യങ്ങൾ പറയണം, ചോദിക്കണം. അപ്പോൾ കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും. ഇതിങ്ങനെ ഡെയിലി പതിവാകുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ബോധ്യം വന്നു. എന്താ വരുന്നേ? ഞാനും അങ്ങനെ ഒന്നും ഇല്ലാത്തവനല്ല, എൻ്റെ വാപ്പിയും എനിക്കത് മേടിച്ച് തരുന്നുണ്ട്, എൻ്റെ ഉമ്മയും അത് ചെയ്തു തരുന്നുണ്ട്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കുഞ്ഞ് വരുന്നതിലൂടെ അനുസരണയുള്ള കുട്ടിയായി മാറും, പോസിറ്റീവ് മൈൻഡുള്ള കുട്ടിയായി മാറും, മടിയനും മടിച്ചൊന്നും അല്ലാതെ നല്ല ആക്റ്റീവായ കുഞ്ഞായി മാറും, മാതാപിതാക്കളെ അനുസരണയുള്ള കുട്ടിയായി മാറും. ഇത് സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ഏതായാലും നമുക്ക് ഫിസുമോളോടൊന്ന് ചോദിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഇന്ന് ഫിസുമോളുടെ ലൈഫിലുണ്ടായ 5 ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ്, കുഞ്ഞിന് ഇഷ്ടമുള്ള, ഇന്ന് ഇഷ്ടമായ അല്ലെങ്കിൽ ഇന്ന് സന്തോഷം തോന്നിയ 5 കാര്യങ്ങൾ പറഞ്ഞേ കുഞ്ഞ്. ഒന്നാമത്തെ എന്താണ്? ഉമ്മി ഫുഡ് വാരി തന്നു. ഇങ്ങോട്ട് ഉമ്മി ഫുഡ് വാരി തന്നോ? മാഷാ അല്ലാഹ്. അപ്പോൾ വലിയ കുട്ടിയെന്ന് പറഞ്ഞ് വലിയ കുട്ടി ഒറ്റക്ക് വാരി തന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഉമ്മി ഫുഡ് വാരി തന്നത്? സ്കൂളിൽ പോയിപ്പോൾ. സ്കൂളിൽ പോകുന്ന ടൈമിൽ കുഞ്ഞിന് ഉമ്മി ഫുഡ് വാരി കൊടുത്തു. എന്തായിരുന്നു ഫുഡ്? ഇഡ്ഡലിയും ചട്നി. ഇഡ്ഡലിയും ചട്നിയാണ് കുഞ്ഞിന് ഇഷ്ടമാണോ? പിന്നെ ഇഡ്ഡലി ഇഷ്ടമാണോ? മാഷാ അല്ലാഹ്. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ആയിട്ട് ഉമ്മി കുഞ്ഞിന് ഫുഡ് വാരി കൊടുത്തു. ഓക്കെ, മാഷാ അല്ലാഹ്. അത് കുഞ്ഞിൻ്റെ ലൈഫിൽ. അപ്പോൾ കുഞ്ഞിന് എന്ത് മനസ്സിലായി? എനിക്ക് ഫുഡ് വാരിത്തരുന്നൊരു ഉമ്മയുണ്ട്. അപ്പോൾ ഫിസ്മോളും ചിന്തിച്ചു നോക്കിയേ, എന്തോരം കുഞ്ഞുങ്ങൾക്കാണ് അങ്ങനെ ഒരു ഉമ്മ ഇല്ലാത്തത്.
ഇല്ലേ? എൻ്റെ കുഞ്ഞെപ്പോഴും പറയും ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഓർക്കണം അബ്ബ എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഫിസ്മോളെ, ഇനി രണ്ടാമത്തെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്തായിരുന്നു അബ്ബയുടെ കുഞ്ഞിൻ്റെ ലൈഫിൽ ഇന്ന്? ഉമ്മി കുളിപ്പിച്ചു തന്ന്. അയ്യേ, ഉമ്മയാണ് കുളിപ്പിച്ചത്? മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഉമ്മി ചെയ്തു തന്ന 2 കാര്യങ്ങൾ കുഞ്ഞു പറഞ്ഞു അല്ലേ? പിന്നെ ഓക്കെ, ഇനി മൂന്നാമത്തെ എന്തായിരുന്നു കുഞ്ഞിൻ്റെ ലൈഫിൽ ഇന്നുണ്ടായത്? ഉമ്മി മുടി കെട്ടി തന്നു. അതും ഉമ്മി തന്നെയാണ് അല്ലേ? മാഷാ അല്ലാ, ഉമ്മയാണ് മുടി കെട്ടി തന്നേ. മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് രാവിലെ ഉമ്മി കുഞ്ഞിന് ഫുഡ് തന്നു, ഉമ്മി കുഞ്ഞിനെ കുളിപ്പിച്ചു തന്നു, പിന്നെ മുടി കെട്ടി തന്നു ഇല്ലേ? അൽഹംദുലില്ലാ. എന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞോ? എപ്പോൾ പറഞ്ഞു? അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാ. മാഷാ അല്ലാ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയ കുഞ്ഞ്, എന്തോരം കുഞ്ഞുങ്ങൾക്കാണ് അങ്ങനെ ഉമ്മയില്ലാത്തത് ഇല്ലേ? നമ്മൾ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവരുടെ ഉമ്മിമാരൊക്കെ മരിച്ചു പോയിട്ടില്ലേ? അള്ളാഹു അവർക്കൊക്കെ ശുഹദാക്കളുടെ പദവി കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു ബോധ്യം വന്നു, എനിക്കിങ്ങനൊരു ഉമ്മി ഉണ്ട്, എൻ്റെ ഉമ്മി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട് അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞു വരികയാണ്. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം എന്താണ്? വാപ്പി മിഠായി വാങ്ങിച്ചെന്നു. വാപ്പി മിഠായി മേടിച്ചെന്നാ? അമ്പടെ വാപ്പി അവിടെയെങ്കിലും വാപ്പീനെ പറഞ്ഞല്ലോ. മാഷാ അല്ലാ. അപ്പോൾ വാപ്പി മിഠായി മേടിച്ചെന്നു. എന്ത് മിഠായി മേടിച്ച്? ജെംസ്. ജെംസ് ആണ് വാങ്ങിയത്. എത്ര എണ്ണം വാങ്ങി? 2. 2 എണ്ണം. ആർക്കാണ് 2 എണ്ണം? കുഞ്ഞാവക്കും എനിക്കും. കുഞ്ഞാവക്കും ഫിസുമോക്കാണ്. മാഷാ അല്ലാ. എന്നിട്ട് കുഞ്ഞാവക്ക് കൊടുത്തോ? എന്താ കുഞ്ഞാവിടെ പേര്? ബൂബു. ബൂബു. അത് വിളിക്കണ പേരല്ലേ? ഒറിജിനൽ പേരെന്താ? സഹറ ഷാഫിയ. സഹറ ഷാഫിയ. അപ്പോൾ കുഞ്ഞാവ്. മാഷാ അല്ലാ. അല്ലാഹു നമ്മുടെ സന്താനങ്ങളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ ഫിസുമോൾ എന്ത് ചെയ്തു? ഒന്ന് കുഞ്ഞാവക്കും മിഠായി കൊടുത്തു ഇല്ലേ? അബ്ബ 2 പേർക്കും മിഠായി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? മാഷാ അല്ലാ. അപ്പോൾ പിന്നെന്താണ്? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേ, 5ാമത്തേത്. കുഞ്ഞാവേൻ്റെ ഒപ്പം കളിച്ചു. കുഞ്ഞാവേൻ്റെ ഒപ്പം കളിച്ചു. അൽഹംദുലില്ലാ. എന്ത് കളിയാണ് കളിച്ചത്? ടോയ്സും വെച്ച് കളിച്ച്. ടോയ്സ് വെച്ച് കളിച്ചു. ടോയ്സ് ഒക്കെ കൊടുക്കാറുണ്ടോ കുഞ്ഞാവക്ക്? പിന്നെ എല്ലാം നീ ഇവിടെ വെക്കൂലേടി. അപ്പോൾ മാഷാ അല്ലാ 5 കാര്യങ്ങളാണ് ഇന്ന് കുഞ്ഞു പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയാൽ? ഒന്ന്, ഉമ്മി ഫുഡ് വാരി തന്നു. ഓക്കെ ഇല്ലേ? 2ാമത്തെ ഉമ്മി കുളിപ്പിച്ചു തന്നു. 3ാമത്തെ എന്തായിരുന്നു? ഉമ്മി മുടി കെട്ടി തന്നു. മാഷാ അല്ലാ. 4, പാപ്പി മിഠായി വാങ്ങിക്കൊടുത്തു. 5ാമത്തേത്? കുഞ്ഞാവോടൊപ്പം കളിച്ചു. മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഫിസുമോളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള 5 ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കണത്? ഡെയിലി നമ്മളിതിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല, എനിക്കൊരു വാപ്പിയമ്മയുണ്ട്, എനിക്കൊരു കുഞ്ഞാവുണ്ട്, എനിക്കും അനുഗ്രഹങ്ങളുണ്ട്, എനിക്കും ചോദിച്ചാൽ വാങ്ങിത്തരാൻ ആളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക്, അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നതിലൂടെ നന്ദിയുള്ള മക്കളാകും, അനുസരണയുള്ള മക്കളാകും, അനുസരിക്കുന്ന മക്കളാകും ഇല്ലേ? ബാപ്പാനും ഉമ്മാനും ഇഷ്ടപ്പെടുന്ന മക്കളാകും. അവരാഗ്രഹിക്കുന്നത് പോലെ പോസിറ്റീവ് തോട്ടുള്ള മടിയില്ലാത്ത കുട്ടികളായി മാറും. അങ്ങനെ മാറുമോ ഫിസുമോള്? ഇല്ലേ? നല്ല കുട്ടിയാവൂലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തന്നെയാണ്. നമ്മുടെ പാരൻസിന് കുറേ കാര്യങ്ങൾ ബോധവൽക്കരിക്കണം, മക്കളെ നന്നാക്കണം. അങ്ങനെ മക്കളും എല്ലാവരും ഒരുമിച്ച് നന്നാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനലുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ലൈഫിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. ഇന്ന് മുതൽ വരുമ്പോൾ തന്നെ എടാ 5 പോസിറ്റീവ് പറഞ്ഞേ എന്നൊന്നും പറഞ്ഞ് കളയരുത് കേട്ടോ. അങ്ങനെ പറയാമോ? വരുമ്പോൾ തന്നെ കുഞ്ഞ് ചിലപ്പോൾ ടയേർഡായിരിക്കും, ക്ഷീണിച്ചിട്ടുണ്ടാവും. പതിയെ കുഞ്ഞിനൊന്ന് ഹാപ്പിയൊക്കെ ആക്കിയിട്ട് പതിയെ ഈ 5 കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ലൈഫിൽ ഇന്ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ചോദിക്കണം. വല്ല കൂട്ടുകാരും കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സ് തട്ടിയെടുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളോട് ഓപ്പണായിട്ട് ചോദിക്കണം. ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങളോട് എല്ലാം തുറന്നു പറയുന്നൊരു പാറ്റേണിലേക്ക് കുഞ്ഞു വരും ഇല്ലേ? ഫിസുമോളോട് ചോദിക്കട്ടെ, ഫിസുമോൾ എല്ലാ കാര്യങ്ങളും അബ്ബാനോടും മീനോടും തുറന്നു പറയൂലേ? പറയുമോ? പേടിയുണ്ടോ തുറന്നു പറയാൻ? ഇല്ലല്ലോ. പേടിയൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മളോട് എന്തും, അതായത് തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കരുത് എന്നൊന്നും അല്ലാട്ടോ ഈ പറയണത്. ചില സമയത്ത് ഒരു കുഞ്ഞ് അടിയൊക്കെ കൊടുക്കേണ്ടി വരും. വേണ്ടേ? വഴക്ക് പറയേണ്ടി വരും. ഇതൊന്നും അല്ലേ ഈ പറയണത്. കുഞ്ഞിന് എന്തും നമ്മളോട് ഓപ്പണായിട്ട് പറയാനുള്ള അവസരം ഉണ്ടാകണം. ചിലർ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തേക്കണത്, കുഞ്ഞെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ, പറയൂല. അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത്തരം ഒരു പാറ്റേണിലൂടെ. അപ്പം അങ്ങനെ ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഈ ചാനലിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഫിസുമോൾക്ക് വേണ്ടി ദ്വാരക്കണം. ഫിസുമോളും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യില്ലേ? ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.